സംസ്ഥാനത്ത് പൊതുവിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സാഹചര്യം എങ്ങനെയാണ് എന്ന് നോക്കണം. മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകളിൽ നേരത്തെ തന്നെ ഓറഞ്ച് അലർട്ട് പത്തനംതിട്ടയിലും ഇടുക്കിയിലും പ്രഖ്യാപിച്ചിരുന്നു. മാനസ മനോജ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. മാനസ, വരും ദിവസങ്ങളിൽ ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാറിയ മഴ മുന്നറിയിപ്പ് പ്രകാരം എങ്ങനെയാണ്? തീർച്ചയായും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പച്ച അലർട്ട് ആയിരുന്നുവെങ്കിൽ അത് യെല്ലോ അലർട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ ഈ മറ്റ് ജില്ലകളിൽ പത്തനംതിട്ട, ആലപ്പുഴ, അതോടൊപ്പം തന്നെ ഇടുക്കി, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ശക്തമായ രീതിയിലും പത്തനംതിട്ട, ഇടുക്കി ജില്ലയിൽ അതിശക്തമായ രീതിയിലും മഴ ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തീരദേശവാസികളോടും ജാഗ്രത പാലിക്കാൻ അറിയിച്ചിട്ടുണ്ട്. തീരദേശത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാലാണ് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്കും തുടരുകയാണ്.